ഹായ്, ഐലൻഡ് ഫാമിൽ തന്നെയാണുള്ളത്. ഇന്ന് നമ്മൾ ഓൾഡ് ടയറുകൾ വെച്ചുകൊണ്ട് 2 ഐഡിയകളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ മറ്റൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് ഓൾഡ് ടയറുകൾ വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ കുറേ ഓൾഡ് ടയറുകൾ കൂടി ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 2 അടിപൊളിയായിട്ടുള്ള കിടിലൻ ഐഡിയകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ആദ്യത്തെ ഐഡിയക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കാറിൻ്റെ ടയറുകളാണ്. അപ്പോൾ 4 ടയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഐഡിയ ചെയ്യുന്നത്. അപ്പോൾ അത് 3 ടയർ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് 4ാമത്തെ ടയർ വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ നടുഭാഗത്ത്, അതായത് മുകളിൽ വെച്ച നടുഭാഗത്ത് വെച്ച ടയറിൻ്റെ നടുഭാഗത്തൊരു 8 ഇഞ്ച് PVC വെച്ചതിന് ശേഷം അത് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടിഭാഗത്ത് വെച്ച 3 ടയറുകൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതേപോലെ വേസ്റ്റ് കമ്പി നമ്മൾ അടിച്ച് താഴ്ത്തി കൊടുക്കുന്നു. ഇനി നമ്മൾ നടുഭാഗത്ത് കൊടുത്ത PVC നമ്മൾ സിമെൻറ്റിൽ മുക്കിയ ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഈ PVCയുടെ നീളം 4 അടി ഉയരമാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് 4 സിമെൻറ്റ് ഷീറ്റുകൾ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എംസാൻഡ് സിമെൻറ്റ് മിക്സ് ചെയ്ത്, അതായത് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഒരു പ്രതലത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ നിരത്തിയിട്ടുണ്ട്. നിരത്തിയതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ നെറ്റ് കമ്പി, അതായത് നെയ്സ് നെറ്റ് കമ്പി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഷീറ്റ് പോലെ നമ്മൾ ഇതേപോലെ മിനുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡ് നമ്മൾ, അതായത് ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ പ്ലൈവുഡ് പീസോ, ഒരു പ്ലൈവുഡ് പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ സിമെൻറ്റ് ഷീറ്റുകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ 4 ഷീറ്റുകൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം. നടുഭാഗത്ത് വെച്ച ടയറിന് മുകളിൽ നിന്നും PVCയുടെ എൻഡിലേക്ക് വരുന്ന ഉയരമാണ് നമ്മൾ ഈ ഷീറ്റിന് എടുത്തത്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഈ പ്ലൈവുഡിൻ്റെ അതേ രീതിയിലുള്ള 4 ഷീറ്റുകൾ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് സൈഡ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലൈവുഡ് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് എടുക്കുക. 4 ഷീറ്റ് നമുക്ക് ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് 3 ടയറുകളുടെ ഗ്യാപ്പിൽ വരുന്ന ഭാഗത്ത് ഇതേപോലെ ചെറിയ കുഴി എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഓളോ ബ്രിക്സ്, അതായത് സിമെൻറ്റ് ബ്രിക്സ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷീറ്റ്, സിമെൻറ്റ് ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 4 പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഇതിൻ്റെ മുകളിൽ, അതായത് PVC ടയറിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതേപോലെ സിമെൻറ്റ് ചാന്ത് നമ്മൾ സൈഡിൽ സിമെൻറ്റ് ചാന്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ അടിഭാഗത്ത് സിമെൻറ്റ് ചാന്ത് തേച്ച ശേഷം നമ്മൾ ഇതേപോലെ അത് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അത് 4 ഭാഗത്തേക്കായിട്ടും 4 സിമെൻറ്റ് ഷീറ്റുകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ടയറുകളുടെ ഗ്യാപ്പിൽ കൊടുത്ത ബ്രിക്സുകൾ നന്നായിട്ട് തേച്ചെടുക്കണം. അപ്പോൾ എംസാൻഡ് സിമെൻറ്റ് മിക്സ് ചെയ്ത് അത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് തേച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടവറിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട്, അതായത് PVCയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു വലിയ പോട്ട് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടിയിൽ നമ്മൾ എംസാൻഡ് ടൈറ്റായിട്ട് നിറച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കമഴ്ത്തി വെക്കുന്നുണ്ട്. കമഴ്ത്തിയതിന് ശേഷം നമ്മുടെ ആ ചട്ടി നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ചട്ടി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതൊന്ന് മിനുക്കിയതിന് ശേഷം ഇതിന് മുകളിലാണ് നമ്മൾ പോട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എംസാൻഡും സിമെൻറ്റും 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ പോട്ട് തയ്യാറാക്കിയെടുക്കാം. നനയ്ക്കാത്ത മിക്സൊക്കെ വാരി തേച്ചതിന് ശേഷം നമ്മൾ ആ പോട്ടിൻ്റെ പുറംഭാഗം നന്നായിട്ട് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പോട്ടിൻ്റെ പുറംഭാഗം നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുത്തു. ഇനി നമുക്ക് പോട്ടിന് ഒരു ഹോള് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നടുഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു ഹോള് തയ്യാറാക്കുന്നുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ബ്രിക്സ്, നേരത്തെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത ബ്രിക്സ്, നമുക്ക് അതിന് മുകളിൽ സിമെൻറ്റ് മാത്രം നമ്മൾ ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം അതിന് മുകളിൽ ഒഴിച്ച് നമ്മൾ മിനുക്കിയെടുത്തതിന് ശേഷം അതൊരു മരത്തിൻ്റെ സ്ട്രക്ചർ വരുന്ന രീതിയിൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടയറുകളുടെ ഗ്യാപ്പിൽ വരുന്ന 3 ബ്രിക്സും നമ്മൾ തേച്ച് റെഡിയാക്കിയെടുത്തു. ഇത് നമ്മുടെ പോട്ട് എടുക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പോട്ട് എടുക്കുന്നത്. അപ്പോൾ പോട്ട് നമുക്ക് ഇതേപോലെ പൊക്കി എടുത്തതിന് ശേഷം അതിനുള്ളിലുള്ള എംസാൻഡൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാം. പോട്ടിൻ്റെ ഉൾഭാഗം നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം ഈ പോട്ട് നമ്മളൊരു 3-4 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടവറിനൊക്കെ നമ്മൾ 3-4 ദിവസം നന്നായിട്ട് നനച്ചു. പിന്നീട് 2 ദിവസം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിത് പെയിൻ്റ് അടിച്ചെടുക്കുക. പോട്ടിന് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പോട്ടിന് മഞ്ഞ കളർ കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചെടി വെക്കുകയാണ്. അപ്പോൾ 3 ടയറുകളിലും അതേപോലെ നടുഭാഗത്ത് നമ്മൾ മുകൾ ഭാഗത്ത് വെച്ച പോട്ടിലും നമുക്ക് ചെടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു ബോൺസായി മോഡൽ ചെടിയാണ് നമ്മൾ മുകൾ ഭാഗത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഓൾഡ് കാറിൻ്റെ ടയറുകൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഒന്നാമത്തെ ഐഡിയ പൂർത്തിയായി. അപ്പോൾ ഓൾഡ് ടയറുകൾ വെച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ ഐഡിയ നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 മീറ്റർ അകലത്തിൽ 2 കുഴികൾ തയ്യാറാക്കിയിട്ടുണ്ട്. 3 ഇഞ്ച് ആഴത്തിലാണ് ആ കുഴികൾ തയ്യാറാക്കിയത്. അതിനുശേഷം ആ കുഴികളിൽ നമ്മൾ കോൺക്രീറ്റ് നിറച്ചെടുക്കുന്നുണ്ട്. ആ കോൺക്രീറ്റ് നിറച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഇതേപോലെ വേസ്റ്റ് കമ്പികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കോൺക്രീറ്റിന് മുകളിൽ നമ്മൾ കമ്പികളൊക്കെ വെച്ചു. ഇനി നമ്മൾ ആ കോൺക്രീറ്റിന് മുകളിൽ ഇതേപോലെ ടയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കൂട്ടർ ടയറുകളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 സ്കൂട്ടർ ടയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടയർ വെച്ചതിന് ശേഷം നമ്മൾ ഈ ടയറിനുള്ളിൽ നമ്മൾ കോൺക്രീറ്റ് നിറച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ ഓരോ ടയർ വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ 6 ടയറുകൾ വീതമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 6ാമത്തെ ടയറും വെച്ച് നമ്മൾ കോൺക്രീറ്റ് നിറച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ഭാഗം നമ്മൾ ഒരേപോലെ ചെയ്തു. അപ്പോൾ അത് കോൺക്രീറ്റ് നിറച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഇതേപോലെ കമ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കമ്പി വെച്ചതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് മുകളിലേക്ക്, അതായത് ടയറിനേക്കാൾ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഭാഗവും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കൊരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഈ കോൺക്രീറ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ കോൺക്രീറ്റ് കുറച്ചൊന്ന് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എംസാൻഡ് സിമെൻറ്റും നമ്മൾ മിക്സ് ചെയ്ത്, അതായത് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇത് തേച്ചതിന് ശേഷം നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കണം. മുകൾ ഭാഗം ലെവലാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗവും നമ്മൾ തേച്ച് മിനുക്കിയെടുക്കുന്നുണ്ട്.
തേച്ച് മിനുക്കിയതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ സിമെൻറ്റ് പൊടി, അതായത് സിമെൻറ്റ് മാത്രമാണ്, അത് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വിതറി കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഒന്നുകൂടി മിനുക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഗാർഡൻ സ്റ്റൂളുകൾ റെഡിയായി, ഇരിപ്പിടങ്ങൾ. അതായത് ഇനി നമുക്ക് 2-3 ദിവസവും വെയിറ്റ് ചെയ്യണം, നന്നായിട്ട് നനച്ച് കൊടുക്കണം. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള 2 സ്റ്റൂളുകൾ, അതായത് ഗാർഡനിലേക്ക് നമുക്ക് ഇരിക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കിടിലൻ സ്റ്റൂളുകൾ നമുക്ക് റെഡിയായി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐഡിയ അതേപോലെ തന്നെ രണ്ടാമത്തെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.